അടുത്തെത്തിയതോടെ കേരളത്തേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നവർക്ക് സന്തോഷ വാർത്ത. ബംഗളൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് പ്രത്യേക ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദക്ഷിണ റെയിൽവേ. ബംഗളൂരിലും സമീപ പ്രദേശങ്ങളിലും ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന വടക്കൻ കേരളത്തിലെ ആളുകൾക്ക് ഈ സർവീസ് ഏറെ സഹായകരമാകും. ഓണത്തിന് ഏകദേശം ഒരാഴ്ച മുമ്പ് തന്നെ നാട്ടിലെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ട്രെയിൻ നല്ലൊരു യാത്രാ സൗകര്യമാകും. ബംഗളൂരിൽ നിന്ന് കണ്ണൂരിലേക്കും തിരിച്ചും സർവീസ് നടത്തുന്നതിനാണ് പ്രത്യേക ട്രെയിൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 20 വ്യാഴാഴ്ചയാണ് ബംഗളൂരിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്ര. ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച കണ്ണൂരിൽ നിന്ന് ബംഗളൂരിലേക്കുള്ള മടക്കയാത്രയും ഉണ്ടായിരിക്കും. പ്രത്യേക ട്രെയിനിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ഓഗസ്റ്റ് 14 രാവിലെ 8 മണി മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. ബംഗളൂരു കണ്ടോൺമെന്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രത്യേക ട്രെയിൻ പുറപ്പെടുക. ഓഗസ്റ്റ് 20 രാത്രി 10:30 ട്രെയിൻ പുറപ്പെടുന്നത്. ട്രെയിൻ നമ്പർ 0657 ബംഗളൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്നത്. രാത്രി യാത്ര ആരംഭിക്കുന്നതിനാൽ യാത്രക്കാർക്ക് പകൽ സമയത്തെ തിരക്ക് ഒഴിവാക്കി സുഖമായി യാത്ര ചെയ്യാൻ കഴിയും. അടുത്ത ദിവസം അതായത് ഓഗസ്റ്റ് 21 ഉച്ചയ്ക്ക് 12:50 ട്രെയിൻ കണ്ണൂരിലെത്തും. ആയതിനാൽ രാവിലെ മുതൽ യാത്ര തുടരേണ്ടി വരാതെ ഉച്ചയോടെ തന്നെ നാട്ടിലെത്താൻ കഴിയും. വടക്കൻ കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് പോകുന്നവർക്ക് കണ്ണൂരിൽ നിന്ന് പിന്നീട് ബസ്, മറ്റ് ട്രെയിൻ സർവീസുകൾ, ടാക്സി തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിക്കാം. കണ്ണൂർ, കാസർഗോഡ്, വയനാട് തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്നവർ ഈ സർവീസ് പ്രത്യേകമായി പ്രയോജനപ്പെടും. കണ്ണൂരിലെത്തുന്നവർക്ക് മടക്കയാത്രയ്ക്കും പ്രത്യേക ട്രെയിൻ സൗകര്യമുണ്ട്. ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച വൈകിട്ട് 4:10 കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെടുക. ട്രെയിൻ നമ്പർ 0658 കണ്ണൂരിൽ നിന്ന് ബംഗളൂരിലേക്കുള്ള മടക്കയാത്ര നടത്തുക. രാത്രി യാത്ര തുടർന്ന ശേഷം ഓഗസ്റ്റ് 22 ശനിയാഴ്ച രാവിലെ 6 മണിയോടെ ബംഗളൂരു കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ എത്തിച്ചേരും. ആയതിനാൽ ഓണത്തിനു മുമ്പ് നാട്ടിലെത്താനും പിന്നീട് ബംഗളൂരിലേക്ക് മടങ്ങാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്രത്യേക സർവീസ് ഉപയോഗിക്കാം. ബംഗളൂരിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്രക്കിടെ നിരവധി പ്രധാന സ്റ്റേഷനുകളിൽ ട്രെയിൻ നിർത്തും. KR-പുരം, ബംഗാരപ്പേട്ട, കുപ്പം, സേലം, ഈറോഡ്, തിരുപ്പൂർ, പാലക്കാട്, ഷൊർണൂർ, തിരൂർ, പരപ്പനങ്ങാടി, കോഴിക്കോട്, വടകര, തലശ്ശേരി എന്നീ സ്റ്റേഷനുകളാണ് പ്രധാന സ്റ്റോപ്പുകൾ. ഇതോടെ കണ്ണൂരിൽ മാത്രം ഇറങ്ങേണ്ട യാത്രക്കാർക്ക് മാത്രമല്ല വഴിയിലുള്ള വിവിധ പ്രദേശങ്ങളിലേക്ക് പോകുന്നവർക്കും ട്രെയിൻ ഉപയോഗിക്കാം. പ്രധാന നഗരങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സ്റ്റോപ്പ് ഉള്ളതിനാൽ യാത്രക്കാർക്ക് തങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ടിക്കറ്റ് എടുക്കാം. പ്രത്യേക ട്രെയിനിൽ 16 സ്ലീപ്പർ ക്ലാസ് കോച്ചുകളാണ് ഉണ്ടാകുക. കൂടാതെ 5 ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകളും 2 ലഗേജ് കം ബ്രേക്ക് വാനുകളും ഉണ്ടായിരിക്കും. ഓണം പോലുള്ള തിരക്കേറിയ സമയങ്ങളിൽ സാധാരണ ട്രെയിനുകളിൽ ടിക്കറ്റ് ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ബംഗളൂരിൽ നിന്ന് കേരളത്തിലേക്കുള്ള ട്രെയിനുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നാട്ടിലേക്ക് മടങ്ങുന്ന മലയാളികൾ കൂടുതലായതിനാൽ മുൻകൂട്ടി ടിക്കറ്റ് എടുക്കുന്നത് യാത്ര എളുപ്പമാക്കും. ടിക്കറ്റ് ലഭ്യത അനുസരിച്ച് യാത്രാ പദ്ധതി തയ്യാറാക്കുന്നതാണ് നല്ലത്. ഓണം പ്രമാണിച്ച് കേരളത്തിലേക്ക് കൂടുതൽ പ്രത്യേക ട്രെയിനുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന യാത്രക്കാരുടെ എണ്ണം ഓണക്കാലത്ത് വലിയ തോതിൽ വർദ്ധിക്കാറുണ്ട്. ബംഗളൂരു, ചെന്നൈ, മുംബൈ, ഡൽഹി തുടങ്ങിയ നഗരങ്ങളിൽ ജോലി ചെയ്യുന്ന നിരവധി മലയാളികൾ ഓണത്തിന് നാട്ടിലെത്താറുണ്ട്. ഈ തിരക്ക് കണക്കിലെടുത്താണ് റെയിൽവേ അധിക സർവീസുകൾ ഒരുക്കുന്നത്. കേരളത്തിലേക്ക് ഓണത്തോടനുബന്ധിച്ച് 100-ലധികം പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ആയതിനാൽ വരും ദിവസങ്ങളിലും കൂടുതൽ പ്രത്യേക ട്രെയിൻ സർവീസുകളുടെ വിവരങ്ങൾ പുറത്തുവരാൻ സാധ്യതയുണ്ട്. ബംഗളൂരിൽ നിന്ന് വടക്കൻ കേരളത്തിലേക്ക് ഓണത്തിനു മുമ്പ് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ പ്രത്യേക ട്രെയിൻ ആശ്വാസമാകും. രാത്രി യാത്ര ചെയ്ത അടുത്ത ദിവസം ഉച്ചയോടെ കണ്ണൂരിലെത്താം എന്നതാണ് പ്രധാന സൗകര്യം. കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ നാട്ടിലേക്ക് മടങ്ങുന്നവർക്ക് യാത്ര മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതാണ് നല്ലത്. ടിക്കറ്റ് ലഭ്യത പരിശോധിച്ച് നേരത്തെ ബുക്ക് ചെയ്താൽ അവസാന നിമിഷത്തെ തിരക്കും ആശങ്കയും ഒഴിവാക്കാം. ഓണത്തിന്റെ സന്തോഷം കുടുംബത്തോടൊപ്പം പങ്കിടാൻ ബംഗളൂരിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന മലയാളികൾക്ക് ഈ പ്രത്യേക ട്രെയിൻ ഒരു നല്ല യാത്രാവസരമാണ്. പ്രത്യേകിച്ച് കണ്ണൂർ, കോഴിക്കോട്, വടകര, തലശ്ശേരി, തിരൂർ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് പോകുന്നവർക്ക് ഈ സർവീസ് ഏറെ ഉപകാരപ്പെടും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.